ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചെടിയെക്കുറിച്ച് പറയാനാണ്. ആ ചെടിയെ പരിചയപ്പെടുത്താനായിട്ടാണ്. എനിക്ക് കിട്ടിയ അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. എനിക്കൊരു കുഞ്ഞു ഗാർഡൻ ഉണ്ട്. അപ്പോൾ അതിലുള്ള ഒരു ചെടീനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് ഔഷധ ഗുണമുള്ളത് അറിയാതെയാണ് ഞാൻ ഈ ചെടി നട്ടത്. ഇപ്പോൾ അത് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നിങ്ങളുടെ അടുത്തും ഒന്ന് പറയാമെന്ന് വെച്ചു. ഈ ചെടീനെ പല പേരിലും നമ്മൾ അറിയപ്പെടുന്നുണ്ട്. മുരിക്കൂട്ടി, മുറിയോണക്കി, അങ്ങനെ ഓരോ നാട്ടിലും ഡിഫറെൻറ്റ് നെയിംസിലാണ് അറിയുന്നത്. പിന്നെ ഇതിനെ ഇംഗ്ലീഷിലാണെങ്കിൽ ഒരു വായിക്കൊള്ളാത്ത നെയിമാണ് ഇതിന് ഇട്ടിട്ടുള്ളത്. ഹെമിഗ്രാഫിസ് കൊളറാട്ട അങ്ങനെ എന്തോ ആണ്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു വൂണ്ട് ഹീലറായിട്ടാണ് ഇതിനെ കണ്ടത്. അപ്പോൾ ഇതാണ് ഈ ചെടി, മുറിക്കൂട്ടി എന്ന് പറയുന്ന ചെടി ഇതാണ്. അപ്പോൾ ഇതിന് ബാക്കിൽ ഒരു റെഡിഷ് കളറാണ്, മറ്റൊരു പച്ച കളറിൽ. ഇതിൽ ഇടയ്ക്ക് ഒരു വൈറ്റ് ഫ്ലവർ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടില്ല. അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ ഔഷധ ഗുണം. പിന്നെ ഇതിൻ്റെ യൂസസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കിച്ചണിലൊക്കെ കയറുമ്പോൾ എപ്പോഴും കത്തിയൊക്കെ തട്ടി നമ്മളെ കൈയൊക്കെ മുറിയാറുണ്ട്. അതേപോലെ ഉണ്ണികളൊക്കെ വീഴൂലേ, വീണ് കഴിഞ്ഞാലൊക്കെ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ വീട്ടമ്മമാർക്കൊക്കെ എപ്പോഴും ആവശ്യം വരുന്ന ഒരു സാധനമാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണിൽ തന്നെ ഒരു കുപ്പിയിൽ ഇതിൻ്റെ ഒരു കൊമ്പ് വെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. എപ്പോഴും നമുക്ക് മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ മുറിയുന്ന സമയത്ത് അതിനെ പെട്ടെന്ന് എടുത്ത് ഇതേപോലെ ഇങ്ങനെ രണ്ടില ഇങ്ങനെ എടുത്ത് അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഞെരടി കൊടുക്കുക. നന്നായി ഇങ്ങനെ ഞെരടുക. അപ്പോൾ ഇത് കണ്ട നന്നായി ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ ഇല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നീര് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ഇതിന് നന്നായി ഇങ്ങനെ പിഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതാണ് ഇതേ റെഡ് കളറിലായിട്ടുള്ള ഒരു നീര്. അപ്പോൾ ഇത് എവിടെയാണോ മുറിഞ്ഞത് അവിടെ നന്നായി അങ്ങോട്ട് പുരട്ടി കൊടുക്കുക. ഈ നീര് നമ്മൾ മുറിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു നീറ്റലൊക്കെ ഉണ്ടാവും, അതൊന്നും കാര്യമാക്കണ്ട. എന്നാലും ഇത് പിറ്റേ ദിവസം രാവിലെയൊക്കെ ആകുമ്പോഴേക്കും മുറി നന്നായി ഉണങ്ങിയിട്ടുണ്ടാവും. എന്താണെങ്കിലും നമുക്കിത് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വൂണ്ട് ഹീലർ തന്നെയാണ് ഈ ഇല. അപ്പോൾ നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് അറിയുന്നതെങ്കിൽ അറിവ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അതേപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ.